ഇപ്പൊ ഇവിടെ എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഒരു ഇറച്ചിപ്പുട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ഒത്തിരി മെനക്കേടൊന്നുമില്ല. എന്നാൽ രണ്ട് ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ അത് മെനക്കെട്ട് നമ്മൾ ഇറച്ചിപ്പുട്ടിനായിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പം എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് എന്നാന്നറിയോ? ഇത് കണ്ടോ, ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ കീമയാണ് ഞാൻ എടുത്തേക്കുന്നത്. കീമ ആയതുകൊണ്ട് എന്നാ ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെയല്ലേ അരിഞ്ഞ് കിട്ടുന്നേ, അരച്ച് കിട്ടുന്ന ഒരു ഇറച്ചിയല്ലയോ. അതല്ല, കീമ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഇത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എളുപ്പമായി കിട്ടും. അതല്ല, ഇച്ചിരി നേരത്തെ പണിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കീമ ആയാലും ഇറച്ചി കഷ്ണമായാലും ഒരു ടെൻഷനും ഇല്ല, കയ്യിൽ എന്നാന്ന് വെച്ചാൽ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കീമ ഒരു 1/4 കിലോയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് സവാളയാണ്. ഇതിപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. കുഞ്ഞായിട്ട് തന്നെ അരിയണമെന്നൊന്നുമില്ല, നീളത്തിലായാലും കുഴപ്പമില്ല. പക്ഷെ 1/4 കിലോയ്ക്ക് ഒരു വലിയ സവാള മാത്രം മതി. പിന്നെ വേണ്ടി എന്നാന്നോ കുറച്ച് ടൊമാറ്റോയാണ് വേണ്ടി. അതും നീളത്തിലോ എന്നാ വെച്ചാൽ അതേപോലെ അരിഞ്ഞേച്ചാൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയാ, ഇച്ചിരി ഫ്ലേവറിനാ. ഇന്ന് എനിക്ക് എന്നാ സമാധാനം എന്നറിയോ, വേണ്ടേ എൻ്റെ കറിവേപ്പില ഉണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്ന ഇത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തക്കോലം, ഏലക്കായ അത് ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ. പിന്നെ ഇച്ചിരി പട്ട ഒരുപാട് വേണ്ട, ഒരു കഷ്ണം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഇച്ചിരി ഗ്രാമ്പൂക്ക് ഒത്തിരിയല്ല, ഒരു 3-4 എണ്ണം. പിന്നെ ഇച്ചിരി കടുക്. ഇതിനെന്താണെന്നറിയോ, കടുക് മസ്റ്റൊന്നും അല്ല, ഇറ്റ്സ് എൻ ഓപ്ഷണൽ, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇച്ചിരി വറ്റൽ മുളക്. ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി വിനാഗിരിയ. അതെന്നാന്ന് വെച്ചാൽ ഇറച്ചി പെട്ടെന്ന് വേവാൻ. എന്നാൽ കോഴിയിറച്ചിക്കാണെങ്കിൽ ഒത്തിരി വേവൊന്നുമില്ല, എന്നാലും ഇച്ചിരി എളുപ്പമായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി. അല്ലെങ്കിലും ഇച്ചിരി ഒരു പുളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുവാന്നേലുണ്ടല്ലോ, കുറച്ചുകൂടെ ഒരു രുചി വരും. ഇതാണ് ഇച്ചിരി ഉപ്പ. ഇത്രയും സാധനമേ നമുക്ക് ആ ഇറച്ചിയുടെ കൂട്ടിന് ആവശ്യമുള്ളതുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയുമല്ലേ, ഗരം മസാല ഒക്കെ ആണെങ്കിലും പൊടിച്ച് അത്യാവശ്യത്തിന് മാത്രം ഡപ്പയിൽ ഇട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത്രയും പോകുന്ന 1/4 കിലോയ്ക്കുള്ള ഇറച്ചിക്ക് എന്നാതൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. അത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഗരം മസാല അന്നേരം പൊടിക്കുവാന്നേ. ഇതിപ്പം വീട്ടിലാന്നേലും ഒക്കെ ഞാൻ ഇങ്ങനെ തന്നെ അന്നേരം പൊടിക്കുന്നതിന് ആ ഒരു മണവും എന്നാ പറയുന്നത് ആ ഒരു ഡിഫറൻസ് ശരിക്കും നമ്മൾ അന്നേരം പൊടിച്ചിടുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഇപ്പം എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ 1/4 കിലോ അല്ലേ ഉള്ളൂ, അന്നേരം പിന്നെ ഒരു ചെറിയ തക്കോല ഇട്ടേച്ചാൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഏലക്കായ് പറഞ്ഞ പോലെ എനിക്ക് കറിവേപ്പില കാണുന്ന പോലെ തന്നെയായി ഏലക്കായും എന്നും പറഞ്ഞ് ഒത്തിരി കൂട്ടാൻ ഒക്കുകയല്ല കേട്ടോ, ഒരു 3-4 എണ്ണം ഇട്ടേച്ചാൽ മതി. പട്ട നമ്മളെപ്പോഴും ഒരു കഷ്ണമാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്നാന്ന് വെച്ചാൽ ഇച്ചിരിയല്ലേ ഉള്ളൂ, അന്നേരം ഒരു 1/4 എടുക്കും. പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം, 1/4 ഉള്ളതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ അന്നേല് ഗ്രാമ്പു ഇതേപോലെ ഒരു 3-4 എണ്ണം മതി. ഇനി ഇച്ചിരി കുരുമുളക്. ഇനി ഇത് നല്ലതായിട്ടങ്ങ് പൊടിക്കാം. ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇച്ചിരി പൊടിയാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അന്നേരം ക്രഷ്ഡായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇച്ചിരിയല്ലേ നമ്മൾ ഇട്ടുള്ളൂ, 1/4 കിലോയ്ക്കുള്ളതല്ലേ ഇട്ടുള്ളൂ. അന്നേരം ഇച്ചിരി ക്രഷ്ഡായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി ടെൻഷൻ ആക്കണ്ട, അത് മതിയാവും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യം കുക്കറിനകത്തോട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ ഞാൻ ചെയ്തേക്കുന്നതെന്നുള്ളത് അറിയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ പാനിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഈ ഇറച്ചിനകത്തോട്ട് ഇടണം. ഇറച്ചിയൊക്കെ ആണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരിയല്ലേ ഉള്ളൂ. 1/4 കിലോ ആയതുകൊണ്ട് എന്നാന്നോ നമുക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള മതിയെ. നീളത്തിൽ അരിയുവാന്നേൽ കനവില്ലാതെ അരിഞ്ഞേച്ചാൽ മതി. ഒത്തിരി സവാളയൊക്കെ ഇടുവാന്നേലുണ്ടല്ലോ, നമ്മളിത് പിന്നെ ഡ്രൈ ആക്കുവാൻ ഒക്കുകയില്ല. അതിങ്ങനെ എന്നാന്ന് പറയുന്നത് ഒരു കുഴഞ്ഞൊക്കെ ഇരിക്കും, അത് വേണ്ട. ടൊമാറ്റോ
ടൊമാറ്റോ ആണെങ്കിലും അരിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ടൊമാറ്റോ മതി. അതല്ല നമ്മൾ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയില അതന്നെ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. എന്നാന്നോ ആ ഇറച്ചിയിൽ ആ ഒരു ഫ്ലേവർ വരാനാ. പിന്നെ കീമായിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, അതിന് തന്നെ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും. അന്നേരം ആ ഒരു എന്നാ പറയുന്ന ആ മണവും ആ ഒരു ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇച്ചിരി മല്ലിയില ഇട്ടേച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില പിണങ്ങരുത്, അതുകൊണ്ട് അതും കൂടെ ഇടണം. പക്ഷേ കറിവേപ്പില ഇടുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞതാ, എന്നാലും കറിവേപ്പില നമുക്ക് ഉപേക്ഷിക്കാൻ ഒക്കുകയല്ലോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നത് ഒരു എന്നാ പറയുക ഒരു 3/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. ടീസ്പൂൺ കണക്കാ ഒരു 3/4 മതിയാവും. ഇനി നമുക്ക് നമ്മുടെ അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന പൊടിയില്ലേ, അത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ആണെങ്കിൽ 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഇച്ചിരിയും കൂടെയൊക്കെ നമ്മൾ ഇളക്കിയേച്ചൊക്കെ നോക്കുമ്പോഴത്തേന് കുറവാന്നേൽ ഇച്ചിരി കൂടിയൊക്കെ ചേർത്തോണം. ഇതിപ്പോൾ ഞാനൊരു വലിയ ടീസ്പൂൺ കണക്കായിട്ടേക്കുന്നു. പിന്നെ വേണ്ടിയത് ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ടേക്കുക, അരപ്പിനകത്ത് ഉണ്ട്, നമ്മുടെ ഗരം മസാലയുടെ കൂടെ ഇട്ടേക്കുക. അപ്പോൾ പിന്നെ അതല്ല ഇങ്ങനെ പൊടിച്ചാൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുകയില്ലേ, നമ്മുടെ വിനാഗിരിയുടെ അടപ്പില്ലേ, അതിനൊരു അരയോ അല്ലെങ്കിൽ ഒരു 1/4 അടപ്പിന് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് വേവാനായിട്ട് ഇറച്ചിക്കകത്ത് ഉപ്പിട്ടാൽ ഒക്കുകയില്ലെന്ന് പറയും, പക്ഷെ എന്നാലും ഉപ്പില്ലാതെ പറ്റിയല്ല. എന്നേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, ഈ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന മസാലയില്ലേ അതിനകത്തോട്ട് ഇച്ചിരി ഇട്ടുള്ളതുകൊണ്ട് എന്നാ പറ്റിയെന്നറിയോ, അതായത് ക്രഷ്ഡ് ആയിട്ടേ വന്നിട്ടുള്ളൂ, നല്ല പൗഡേർഡ് ആയിട്ടില്ല. ഇതിനെ അങ്ങോട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് കുക്കറിനകത്തോട്ട് വയ്ക്കാം. ഇറച്ചി ശരിക്കും പറഞ്ഞാൽ കോഴിയാ, അന്നേരം ഒത്തിരി വേവൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ലതായിട്ടൊന്ന് വെന്തോട്ടെ. നമുക്കിത് അടച്ചിട്ടാലേ വേവിക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മുടെ ഇറച്ചിയാണെങ്കിൽ നമ്മളെല്ലാം പുരട്ടി വെച്ചേച്ച് കുക്കറിനകത്ത് വെച്ചു. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് കോഴിയിറച്ചി ആയതുകൊണ്ട് ഇത് കുക്കറിനകത്ത് തന്നെ വെക്കണം എന്നൊന്നുമില്ല. അല്ലാതെ നമുക്ക് നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചീനച്ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ പുരട്ടി വെച്ച് ചെയ്താലും മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ നേരെ ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഇച്ചിരി വെള്ളമുണ്ടേ. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ വലിയ അടുപ്പ് കത്തിച്ചേച്ച് പാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം മാറ്റാനുണ്ട്. അന്നേരം നമുക്ക് എന്നാ പറയുന്നത്, ധൃതി ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി കടുകിടും. കടുകിട്ട് വറ്റൽ മുളകും ഒക്കെ മുറിച്ചൊക്കെ ഇട്ടേച്ചൊക്കെ വരുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ അങ്ങ് വറ്റുവേ. അതുകൊണ്ട് ചെയ്യുന്നത് തലതിരിച്ചാ, പക്ഷെ എന്നാലും എന്നെ വഴക്ക് പറയും. കടുക് എപ്പോഴും ഓപ്ഷനിലാണ്, ഇതിന് വേണമെങ്കിൽ ഇട്ടേച്ചാൽ മതി, അതല്ല ഇടുന്നെങ്കിൽ ഇട്ടും. ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ. ഇനിയിപ്പം എന്നാ പറയാ, നമ്മൾ എത്ര ധൃതി കൂട്ടിയാലും ഒക്കുകയില്ല, നമ്മുടെ കടുക് ഒന്ന് പൊട്ടണം. ഇനിയിപ്പോൾ ഇതിനകത്ത് കടുക് എണ്ണ ചൂടായി, അന്നേരം കടുക് എല്ലാം പൊട്ടി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്നില്ലേ ഇറച്ചി, ഇത് ഇതിനകത്തോട്ട് ഇടും. ഇനി എന്നാ പണിയെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി നേരം എടുക്കുന്ന എന്നാന്നോ, ഇതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, അതൊന്ന് നല്ലതായിട്ട് പറ്റി വന്നേച്ച് അതിനകത്തോട്ടാന്നേൽ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഒറ്റയടിക്കൊന്നും ഇടരുത്, അത് ഇച്ചിരി നേരം എടുത്തേച്ചൊക്കെ വേണം ആ കറിവേപ്പില ഇടാൻ. അതായത് ഓരോ സ്റ്റേജ് അനുസരിച്ച്. എന്നുവെച്ചാൽ ഇത് എന്നാ പരുവാവണമെന്നറിയാവോ, നല്ല ഡ്രൈ ആവുകയല്ലേ, നമ്മൾ ഈ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്ന കൂട്ട് നല്ലതായിട്ട് ഡ്രൈ ആവുകയല്ലേ, അതേപോലെ അങ്ങ് ആവണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ ഇച്ചിരി കറിവേപ്പില, എന്നുവെച്ചാൽ ഇച്ചിരി നേരം കഴിഞ്ഞേച്ച് അടുത്ത് ചേർത്ത് വെച്ചാൽ മതി.
ക്ഷമയോടുകൂടി കുറച്ചൊക്കെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ വേണ്ട ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് പുട്ടുകുറ്റിക്കകത്ത് വെക്കാനൊക്കത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം നല്ലതായിട്ട് ഡ്രൈ ആയി. ഇതേപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്യണം. ഇനി എന്നാന്ന് വെച്ചാൽ അടുത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പുട്ട് നനയ്ക്കാൻ ആർക്കും അറിയാൻ മേലാത്തല്ലേ. എൻ്റെ അമ്മയൊക്കെ ആദ്യം പുട്ട് നനയ്ക്കാൻ പഠിപ്പിച്ചതെന്ന് ആദ്യം സ്റ്റാർട്ടേഴ്സിന് പറയും കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ പുട്ട് നനച്ചേച്ച് ഇങ്ങനെ ഒരു പിടി പിടിച്ചു നോക്കും, നേരെ അത് ഉണ്ടയായിട്ട് കിട്ടുവാന്നേൽ പുട്ട് നനഞ്ഞു എന്നർത്ഥം. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഇച്ചിരി സമയം കിട്ടിയ നേരത്തേക്ക് ഞാൻ എൻ്റെ പുട്ട് അങ്ങ് നനച്ച് വെച്ചായിരുന്നേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറഞ്ഞ പുട്ടുകുറ്റിക്കകത്തോട്ട് വെക്കാനായിട്ട് പോവാം. ഇതിനകത്ത് നമ്മൾ വെള്ളം വെച്ചു. അറിയാമല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നും അല്ല. പക്ഷേ എന്നാലും ഇനി നമ്മൾ വർത്താനം പറയുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ ഇത് വെള്ളമൊക്കെ ഒന്ന് ചൂടാവണ്ടേ. ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന നേരത്തേനും ഈ എന്നാ പറയുക ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാൻ അങ്ങ് ഗസ്റ്റ് ആരാന്നൊക്കെ പറയാൻ മറന്നുപോയി കേട്ടോ. മറന്നുപോയെന്ന് വെച്ചാൽ ഈ ധൃതിയിൽ അങ്ങ് പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല, സോറി കേട്ടോ. എന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബും വൈഫ് അനിലയും കൂടിയാണ് ഇവിടെ ഇന്ന് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്നാ, എൻ്റെ വെള്ളം തിളച്ചു, ഇനി പുട്ടെടുത്ത് വെച്ചേ ഒക്കത്തുള്ളൂ. ഇതിനകത്ത് വേറെ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. ഇച്ചിരി തേങ്ങ ഇടുക, പിന്നെ ആണെങ്കിൽ ഇച്ചിരി എന്നാ പറയുന്നത് ഇറച്ചി ഒന്ന് ലെയർ ചെയ്യണം, പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ടേച്ചാൽ മതി. ആദ്യം വേണ്ടേ ഇച്ചിരി തേങ്ങ ഉണ്ടല്ലോ, ഫസ്റ്റ് ലെയർ ഇടുമ്പോഴത്തേന് കുറച്ച് കളയല്ല, ഇച്ചിരി അങ്ങോട്ട് ഇടണം. എന്നാന്ന് വെച്ചാൽ ആവി വരണ്ടേ, അന്നേരം അതിനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ എന്നാ ഇച്ചിരി ഇറച്ചി, ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി. ഇതേപോലെ തന്നെ ആ ഫുൾ ലെയർ, അതായത് ആ ഫുൾ കുറ്റിയില്ലേ പുട്ടുകുറ്റി, അങ്ങോട്ട് ഇതെല്ലാം കൂടി ഇട്ട് ലെയർ ആക്കി എടുത്തേച്ചാൽ മതി. പിന്നെ പുട്ടിൻ്റെ മാവ് അധികം തിന്നാൻ താല്പര്യമില്ലെങ്കിൽ ഇറച്ചി കൂട്ടിയേച്ചാൽ മതി. ഞാൻ പുട്ട് വെച്ചു. ഇനി എന്നാന്ന് വെച്ചാൽ പുട്ടിന് ആവി വരാൻ ഇച്ചിരി നേരം എടുക്കും. ഇറച്ചിയൊക്കെ വെന്തതാ, എന്നാലും ഇച്ചിരി നേരം എടുക്കും അതൊന്ന് ആ ഫുൾ സ്റ്റീം ഇതിനകത്തോട്ട് വരാനായിട്ട്. നമ്മുടെ എന്നാ പറയുന്നത് ഇറച്ചിപ്പുട്ടേ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എത്രയും ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന അത്രയും ഡ്രൈ ആക്കി വെക്കണം. ഇനി നമുക്കിത് എൻ്റെ ഫൈനൽ സ്റ്റേജ് എന്തായാലും നോക്കാം. വെച്ചേച്ച ശേഷം ഇനി അത് കുത്തുമ്പോൾ എന്നാന്ന് അറിയാൻ മേലല്ലോ, നോക്കാവേ. എന്നാ രസമായിട്ടാണ് നമ്മുടെ ഇറച്ചിപ്പുട്ട് വന്നേക്കുന്നതെന്ന് നോക്കിയാൽ. ഇത് മിക്ക വീട്ടിലും എന്നാന്നറിയോ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, എളുപ്പമല്ലേ ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇത് പുട്ടാണെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി ചൂടായിട്ടൊക്കെ തിന്നണം. പുട്ട് ഇരിക്കും തോറും അറിയാമല്ലോ എൻ്റെ അവസ്ഥയൊക്കെ. അപ്പോൾ നമുക്ക് ചൂടായിട്ടൊക്കെ പുട്ട് ഉണ്ടാക്കാവുള്ളൂ.